നമസ്കാരം. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഒരു വൃത്തികെട്ട പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. വടക്കേ ഇന്ത്യയിലെ വർഗീയ പരീക്ഷണശാലകളാക്കി കേരളത്തിലെ വിദ്യാലയങ്ങളെ മാറ്റരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപവും പ്രസ്താവനയും. വർഗീയ പരീക്ഷണശാലകളായി കേരളത്തിലെ വിദ്യാലയങ്ങളെ മാറ്റരുത്. എവിടെയോ ഏതോ സ്കൂളിൽ ക്രിസ്തുമസ് കരോൾ നടത്തുന്നത് സംഘപരിവാർ തടഞ്ഞു എന്ന മട്ടിലാണ് പ്രചാരണം. സത്യത്തിൽ കേരളത്തിൽ ഒരു വിദ്യാലയത്തിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. വിശേഷിച്ചും RSSുമായി ബന്ധപ്പെട്ട ഓരോ വിദ്യാലയത്തിലും അങ്ങനെ നിശ്ചയിച്ചിട്ടുമില്ല, നിർദ്ദേശിച്ചിട്ടുമില്ല. ശുദ്ധമായ പച്ച നുണ പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസ്താവന. പിന്നീട് അദ്ദേഹം അതിനെ കുറച്ചുകൂടി പരിഷ്കരിച്ച് മറ്റൊരു ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിന്റെ പേരിലാക്കി മാറ്റി ആ ആക്ഷേപം. അവരങ്ങനെ പറഞ്ഞിരുന്നോ? അവരുടെ സർക്കുലർ എന്തായിരുന്നു? അവരുടെ നിർദ്ദേശം എന്തായിരുന്നു? ഇതൊന്നും പറഞ്ഞില്ല. ഏതവസരം കിട്ടിയാലും ഹിന്ദു സമൂഹത്തിനെ അപമാനിക്കാനും അതിലൂടെ ജിഹാദികളുടെ പിന്തുണ പിടിച്ചു പറ്റാനുമുള്ള വൃത്തികെട്ട രാഷ്ട്രീയമായിരുന്നു മന്ത്രി ശിവൻകുട്ടി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി കാണിച്ചത്. അദ്ദേഹം വെറും ഒരു ശിവൻകുട്ടി, സഖാവ് ശിവൻകുട്ടി ആയിരുന്നെങ്കിൽ അത് എതിർക്കേണ്ടതില്ല. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് നുണ പറഞ്ഞാൽ മാത്രമാണ് പാർട്ടി വളർത്താൻ കഴിയുക എന്നുള്ള വിവരം ലോകത്തിലെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ശിവൻകുട്ടി വെറും ഒരു തറ സഖാവ് ശിവൻകുട്ടി മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ്, കേരളത്തിന്റെ മന്ത്രിയാണ്. അത്തരമൊരു നുണപ്രചാരണം നടത്തുമ്പോൾ ശിവൻകുട്ടി ഓർക്കേണ്ടിയിരുന്ന, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഓർക്കേണ്ടിയിരുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ആരാണ് കേരളത്തെ ഈ വർഗീയതയുടെ പരീക്ഷണശാലയാക്കി മാറ്റിയത്? കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഹിന്ദു ആരാധനാ ബിംബങ്ങളെ വളരെ വൃത്തികെട്ട തരത്തിൽ വരയ്ക്കുകയും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ട് വർഗീയതയുടെ പരീക്ഷണശാലയാക്കി ഹിന്ദുക്കൾക്കെതിരായി എന്തു പറഞ്ഞെന്നാലും അവർ പ്രതികരിക്കില്ല, അഥവാ അവരിൽ നിന്ന് ആക്രമണമൊന്നും നേരിടേണ്ടി വരില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് എപ്പോഴും ഈ ഹിന്ദു സമൂഹത്തിനെ അപമാനിക്കുന്ന വർഗീയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ? ആ കാര്യം ശിവൻകുട്ടി എന്തുകൊണ്ടാണ് മറന്നുപോയത്? വർഗീയ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിച്ചത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളും മറ്റുമല്ലേ? പാനൊളി മുഹമ്മദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗീയതയെ വളർത്തുന്ന പരീക്ഷണശാലയാക്കി മാറ്റി വർഗീയതയ്ക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്ന കാര്യം ശിവൻകുട്ടി മറന്നുപോയോ? വർഗീയ അടിസ്ഥാനത്തിൽ ഒരു ജില്ല തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കൊടുത്തതും അതിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആക്ഷേപങ്ങളും ആക്രമണങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റുകൾ അടക്കമുള്ളത് നേരിടേണ്ടി വന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മറന്നുപോയോ? അത് ഉണ്ടാക്കിക്കൊടുത്ത സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ പിന്നെ എഴുതിയല്ലോ, വർഗീയത വളർത്തുന്നതിനത് കാരണമായി മാറി, വർഗീയ ജില്ല എന്നുള്ളത് ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നീട് ഖേദിച്ചുകൊണ്ട് നമ്പൂതിരിപ്പാട് എഴുതിയപ്പോൾ ആ വർഗീയതയെ വളർത്താൻ വേണ്ടി ഈ തരം വൃത്തികെട്ട ഒരു വർഗീയതയുടെ പരീക്ഷണശാലയാക്കി കേരളത്തെ മാറ്റിയ സ്വന്തം പാർട്ടിയെക്കുറിച്ച് മന്ത്രി എന്തുകൊണ്ട് ആലോചിച്ചില്ല? വർഗീയ കലാപത്തിന് പെൻഷൻ കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങളിൽ ഒന്നായിട്ടുള്ള മാപ്പിള കലാപത്തെ വർഗീയത വളർത്തുന്നതിനു വേണ്ടി അത് സ്വാതന്ത്ര്യ സമരമാണെന്ന് നുണ പറഞ്ഞ് ചരിത്രം എഴുതി അവർക്ക് പെൻഷൻ കൊടുക്കുവാനുള്ള വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയം കളിച്ചത് കമ്മ്യൂണിസ്റ്റുകളാണെന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മറന്നുപോയിരുന്നോ? മതം പഠിപ്പിക്കാൻ ശമ്പളം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന KT ജലീൽ തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിലുണ്ടല്ലോ. വർഗീയവാദികൾ മതം പഠിപ്പിക്കുവാൻ വേണ്ടി പെൻഷൻ കൊടുക്കുകയോ ശമ്പളം കൊടുക്കുകയോ അലവൻസ് കൊടുക്കുകയോ ചെയ്തത് അത് വർദ്ധിപ്പിച്ചതിൻ്റെ ഒക്കെ അവകാശം പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ മന്ത്രി പ്രസ്താവിച്ച കാര്യം കമ്മ്യൂണിസ്റ്റ് മന്ത്രി ശിവൻകുട്ടി മറന്നുപോയിരുന്നോ? വർഗീയത വളർത്താൻ വേണ്ടിയും
വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടിയും തലശ്ശേരി കലാപം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ചും CPM-ന്റെ വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയം ശിവൻകുട്ടി മന്ത്രി മറന്നുപോയിട്ടായിരുന്നോ പറഞ്ഞിരുന്നത്? കുറ്റകൃത്യങ്ങളെ വർഗീയ അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയും അതിനെ വർഗീയത വളർത്തുന്നതിനുള്ള കാരണമാക്കി മാറ്റുകയും ആ കൊലപാതകി എന്ന് കണക്കാക്കുന്നതിന് പകരം കൊലപാതകയുടെ മതം നോക്കി ആ മതത്തിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു, മതത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊലപാതകികളെ സംരക്ഷിക്കുന്ന, ഭീകരവാദികളെ സംരക്ഷിക്കുന്ന, ഭീകരവാദ പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കുന്ന വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയം കേരളത്തിലാണ് പരീക്ഷിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ചരിത്രവും മന്ത്രി ശിവൻകുട്ടി മറന്നുപോയോ എന്നുള്ളത് നമ്മൾ എല്ലാവരും ആലോചിക്കണം. ശിവൻകുട്ടിക്ക് ആലോചിക്കാൻ നേരമില്ലെങ്കിലും എല്ലാ വർഗീയ പരീക്ഷണങ്ങളുടെയും കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മറന്നു പോകരുത്. അത് മറച്ചു വെച്ചിട്ട് മറ്റാരോ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന വൃത്തികെട്ട നുണ പറയുമ്പോൾ മന്ത്രി ഓർക്കേണ്ട ഒരു കാര്യം, കാലം പഴയതല്ല മിസ്റ്റർ ശിവൻകുട്ടി. താങ്കളും താങ്കളുടെ പാർട്ടിയും കഴിഞ്ഞ കാലങ്ങളിൽ എന്തു നുണ പറയുകയും എഴുതുകയും പ്രസ്താവിക്കുകയും ചെയ്തിരുന്നെങ്കിലും അതെല്ലാം ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു മണ്ടൻ കാലം, ഒരു വൃത്തികെട്ട കാലം, ഒരു വിഡ്ഢികളുടെ കാലം ഒരു 10-20 കൊല്ലം മുൻപ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ, ഇന്റർനെറ്റിന്റെ യുഗത്തിൽ താങ്കളെപ്പോലെയുള്ളവർ പാർട്ടിയുടെ നേതാക്കന്മാരോ മന്ത്രിമാരോ ഏത് വൃത്തികെട്ട നുണ പറഞ്ഞെന്നാലും സെക്കൻഡുകൾക്കുള്ളിൽ അതിന്റെ യഥാർത്ഥ വസ്തുത തിരിച്ചറിയാൻ ലോകത്തിലെല്ലാവർക്കും, കൊച്ചുകുട്ടികൾക്ക് പോലും കേരളത്തിൽ കഴിയും എന്ന കാര്യം താങ്കൾ മറന്നു പോകരുത്. എല്ലാ തരത്തിലും വടക്കേ ഇന്ത്യയിലെ വർഗീയതയുടെ 100 മടങ്ങ് വർഗീയതയും ജാതീയതയും പറഞ്ഞു ഭിന്നിപ്പിച്ചും ചേരിതിരിച്ചും വിദ്വേഷം പ്രചരിപ്പിച്ചും വെറുപ്പ് വളർത്തിയും രാഷ്ട്രീയം വളർത്തിയ, അധികാരം നേടിയ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വർഗീയത കൊണ്ട് മാത്രം, ജാതീയത കൊണ്ട് മാത്രം അധികാരത്തിൽ 1957 മുതൽ ഈ 2025 കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മന്ത്രിമാരായിട്ടുണ്ടെങ്കിൽ അത് വർഗീയതയെ പാലൂട്ടി തേനൂട്ടി വളർത്തിയിട്ടാണ്, ജാതീയത പറഞ്ഞ് ഭിന്നിപ്പിച്ചിട്ടാണ്, വെറുപ്പ് പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ശത്രുതയും വൈരാഗ്യവും ഭിന്നിപ്പും വളർത്തിയത് കൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴെങ്കിലുമൊക്കെ അധികാരത്തിൽ കയറാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കൃത്യമായ ചരിത്രം സമൂഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളികൾ പഠിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഒറ്റയ്ക്ക് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100,000 വർഗീയവാദികളെയും ഭീകരവാദികളെയും മറ്റ് വിഘടനവാദികളെയും വിദേശ ശക്തികളുടെയും ഒക്കെ പണവും സംരക്ഷണവും പിന്തുണയും കൈപ്പറ്റിക്കൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയം കളിക്കേണ്ടി വരുന്നത് എന്ന് മറന്നു പോകരുത്. ആ നാണം കെട്ട രാഷ്ട്രീയത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂപ്പുകുത്തിപ്പോയത് നിങ്ങൾ സൃഷ്ടിച്ച, കേരളത്തിൽ വളർത്തിയ വർഗീയതയും ചേരിതിരിവും ജാതീയതയും വെറുപ്പും കൊണ്ടാണ്. നിങ്ങളാണ് ഇതിന്റെ മുഴുവൻ ഉൽപാദകരും പ്രചാരകരും അതിന്റെ സംരക്ഷകരും. വർഗീയതയുടെ സംരക്ഷകർ, ചേരിതിരിവിന്റെ ഉൽപാദകർ, വെറുപ്പിന്റെ പ്രചാരകന്മാരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ആ സത്യം നിങ്ങളുടെ തലയിലെ തൂവലിലുണ്ട്. അത് തിരിച്ചറിയാൻ മന്ത്രി ശിവൻകുട്ടിക്ക് കഴിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.